നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശും ചാരുമോളും മൂന്നാറ് പോയപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അവര് രണ്ടുപേരും സന്തോഷത്തോടെ അല്ലേ പോയത്? അതേപോലെ രണ്ടുപേരുടെ മുഖത്തത് കാണാനും ഉണ്ട്. അവരെ കുറിച്ച് ഓർത്ത് ആശങ്കയായിരുന്നു. ഇനി അതൊക്കെ മാറ്റിവെക്കാൻ തോന്നുന്നു. ബാല, ദേ പോലീസ്. എന്താ സാർ? ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ആകാശില്ലേ? ഇല്ല, ആകാശ് ഭാര്യയും കൂട്ടി മൂന്നാർ പോയിരിക്കുക. അശ്വതി, അശ്വതി, പോലീസ് വന്നിരിക്കുന്നു. എന്തിനാ ആകാശിനെ അന്വേഷിക്കുന്നത്? സാറെന്താ പരാതി ഉണ്ടെന്ന് പറഞ്ഞു? ആകാശിന് ചീഫ് എഞ്ചിനീയർ ഒരു മെമ്മോ കൊടുത്തിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ ആകാശ് അരവിന്ദിനെ വിട്ട് ഓഫീസ് തല്ലി തകർത്തു. അത് തടയാമെന്ന് പ്യൂണിന്റെ തലയടിച്ചു പൊട്ടിച്ചു. സാറേ, ഓഫീസ് തല്ലി തകർത്തത് അരവിന്ദല്ലേ? അരവിന്ദിന്റെ പേരിൽ കേസെടുക്കാതെ ആകാശിന്റെ പേരിൽ കേസെടുത്തത് എന്താ സാറേ? ഞാൻ പറഞ്ഞില്ലേ, ആകാശ് പറഞ്ഞിട്ടാണ് അരവിന്ദ് ഇത് ചെയ്തതെന്ന്. പ്യൂൺ ആകാശിന്റെ പേരിൽ പരാതിയും തന്നിട്ടുണ്ട്. സാർ, അരവിന്ദൻ പ്രശ്നം ഉണ്ടാക്കിയതും ആകാശിനും തമ്മിൽ ഒരു ബന്ധവുമില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ സാർ, അവൻ സ്ഥലത്തില്ല. ഭാര്യയും കൂട്ടി മൂന്നാറിന് പോയിരിക്കുക. അരവിന്ദന്റെ പ്രമാണവും പണമൊക്കെ മോഷ്ടിച്ചോടിപ്പോയവനാ. അവന്റെ പേരിൽ ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി തന്നിട്ടില്ലല്ലേ? ഇതൊന്നും ആകാശ് പറഞ്ഞിട്ട് അരവിന്ദ് ചെയ്തതായിരിക്കില്ല. ആകാശിനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്ന എന്തിനാ സാർ? ഇതിലെന്തോ ചതിയുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങളുടെ 2 മക്കളുടെ പേരിലും കേസുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ആകാശിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ രീതി വേറെ ആയിരിക്കും. വണ്ടി എടുക്കുക. എസ് ഐ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? ഞാൻ ആകാശിനെ വിളിച്ച് പറയട്ടെ അച്ഛാ? വേണ്ട മോളെ, നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ ഒരു സ്ഥലത്തേക്ക് പോയതല്ലേ, അവരെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അല്ലമ്മവ, 24 മണിക്കൂറിനകം സ്റ്റേഷനിൽ ഹാജരാവാനല്ലേ എസ് ഐ പറഞ്ഞിരിക്കുന്നേ? അരവിന്ദൻ എവിടെയാണെന്ന് കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കണം. പോലീസുകാർ ചോദിക്കേണ്ട രീതി ചോദിക്കുമ്പോ സത്യങ്ങളെല്ലാം പറഞ്ഞോളൂ. അവനെ കണ്ടെത്തുന്നവരെ ആകാശിനോട് ഇതൊന്നും പറയണ്ട. ഗോവിന്ദ, എങ്ങനെയെങ്കിലും നമുക്ക് അവനെ കണ്ടുപിടിക്കണം. എന്റെ മോൻ അരവിന്ദനെ കണ്ടെത്താനോ? അതിനി മാഷ് ജന്മങ്ങളെ ജനിക്കേണ്ടി വരും. ഈ സമയത്ത് ആകാശിന് സ്റ്റേഷനിൽ നിന്ന് കോള് വരേണ്ടതാണല്ലോ. ഇനി ദിലീപിനെ വിളിച്ച് ചോദിക്കണം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. മാഡം, ഞാൻ വെളിയനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. പറയൂ സർ. മാഡം, നിങ്ങളുടെ ഓഫീസിലൊരു മുരുകൻ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് തന്നിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെതിരെ. അതന്വേഷിക്കാൻ ഞാൻ ആകാശിന്റെ വീട്ടിൽ പോയിരുന്നു. ആകാശ് മൂന്നാറിൽ പോയിരിക്കുകയെന്നാ ബാലമാഷ് പറഞ്ഞത്. 24 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആകാശിനോട് പറയാൻ പറഞ്ഞു. സർ, വീട്ടിൽ പോകേണ്ട ആവശ്യം ഇപ്പൊ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രതിയെ ഫോണിൽ വിളിച്ച് നേരിട്ട് പറയാറുന്നില്ലേ? എന്നിട്ടും വന്നില്ലെങ്കിലല്ലേ വീട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ശരിയാണത്. മാഡത്തിന്റെ ഓഫീസിലെ സ്റ്റാഫല്ലേ, മാഡത്തോട് ചോദിച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇപ്പൊ തന്നെ വിളിച്ചോളൂ.
ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ മാഡം.